ഇന്നലെ പെയ്ത നല്ല മഴയത്ത് നെല്ലൊക്കെ വെള്ളത്തിലായി. കഴിഞ്ഞ ദിവസം ഈ പകുതി മാത്രമേ കൊയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ഇനിയൊരു പകുതി കൂടെ അവിടെ കിടക്കുന്നുണ്ട്, അത് വെള്ളത്തിലാണ്. ഇനിയിപ്പോൾ അത് കൊയ്ത് ഉണക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. നമ്മൾ ഈ പ്രാവശ്യം നെൽകൃഷി നല്ലൊരു നഷ്ടത്തിലേക്കാണ്. കാലം തെറ്റി വന്ന മഴ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കൊയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ബാക്കി പകുതി കൊയ്തത് നമ്മൾ ഇവിടെ വെച്ചിട്ട് മെതിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതേപോലെ തന്നെ മൂടി വെക്കുകയാണ് ഉണ്ടായത്. നമ്മളെ പാടൊക്കെ നിറഞ്ഞൊഴുകിയത് കൊണ്ട് ഇനിയിപ്പോൾ നമുക്കത് മെതിക്കാനും ഉണക്കാനുമുള്ള ഒരു സ്പേസ് ഇല്ല. അപ്പം കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മളെ നെല്ല് ഇപ്രാവശ്യം നഷ്ടത്തിലേക്ക് പോയി. ഏകദേശം ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു ഏകദേശം 30 ചാക്കിന് മേലെ നെല്ല് കിട്ടുന്നതാണ്. 1500 കിലോ നെല്ല് കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും നെല്ല് ഇപ്രാവശ്യം നഷ്ടമായി. ഈ നെല്ലിൽ നിന്ന് ഒരു നെല്ല് പോലും, അരിമണി പോലും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കൊയ്ത് വെച്ചു എന്നല്ലാതെ അത് മെതിക്കാനോ അത് ഉണക്കാനോ ഉണക്കി ചേറാനോ ചാക്കിലാക്കാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം നെൽകൃഷിയിൽ 1500ഓളം വരുന്ന കിലോ, ഏകദേശം 1500 കിലോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്രയും നെല്ല് നമുക്കത് വേസ്റ്റായി. ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പ് വഴി ഇൻഷുറൻസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊയ്യാത്ത നെല്ലിന് മാത്രമാണ് ഇൻഷുറൻസ് കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം സർക്കാരിൻ്റെ 29 റുപ്യ താങ്ങുവില പ്രകാരം നമുക്കൊരു 1500 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40,000 റുപ്യേൻ്റെ മേലേക്ക് തന്നെ ഒരു പൈസ കിട്ടണ്ടായിരുന്നു. ഏകദേശം നമുക്ക് അത്ര തന്നെ ഏകദേശം ചിലവുണ്ട്. ഒരു 10-30,000 റുപ്യ നമുക്ക് ചിലവുണ്ട്. നമുക്ക് പണിക്കൂലി, മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ വിത്ത്, വളം എല്ലാം കൂടി ആയിട്ട്. അപ്പം ആ ഒരു ചിലവ് നോക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലൊരു ലാഭത്തിലേക്ക് ആയിട്ടല്ല നമ്മൾ നെൽകൃഷി ചെയ്തത്. വയൽ നിലനിർത്തുക, അതുപോലെ തന്നെ കൃഷി തുടർന്നുകൊണ്ട് പോവുക. പിന്നെ നമ്മളെപ്പോലുള്ള യുവാക്കളിൽ കൃഷി സംസ്കാരം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇലവ് കാർഷിക സംഘടന ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കൂട്ടായ്മയാണ്, 10-23 ആളുകളുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇതുപോലെ നെൽകൃഷി നഷ്ടത്തിലായതുകൊണ്ട് തന്നെ, നെൽകൃഷി നഷ്ടം എന്നല്ല, നഷ്ടം നമുക്ക് വലിയ ലാഭമില്ലെങ്കിലും നെല്ല് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു വിഷമമാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് അവസാനം കിട്ടുന്ന ഒരു 1500 കിലോ നെല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ വിളവാണ്. വിളവിന് എത്ര പൈസ കിട്ടുമെന്നല്ല, ആ വിളവ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്കതൊരു സന്തോഷമാവുന്നത്. നമ്മൾ കൊല്ലത്തിൽ കൊയ്ത്തുത്സവമൊക്കെ ചെയ്ത് അതൊരു ഗംഭീര പരിപാടിയാക്കി നാട്ടുകാരും എല്ലാവരും ഉൾക്കൊള്ളിച്ച് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു സന്തോഷത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിങ്ങനെ ഈ രൂപത്തിലേക്ക് ആയി മാറുമ്പോൾ, വെള്ളം പൊന്തി അത് അതിനൊരു ഔട്ട്പുട്ട് പോലും കിട്ടാതെ, ഒരു അരിമണി പോലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് വലിയൊരു വിഷമം തന്നെയാണ്.